ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും 3 മണിക്ക് പരിഗണിക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, കോടതി കസ്റ്റഡി അപേക്ഷ രാവിലെ പരിഗണിച്ചിരുന്നോ? എന്നിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായത്? ദിവ്യ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും കോടതി പരിഗണിക്കുക. അതായത് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് രാവിലെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കൃത്യമായി രേഖകൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് കോടതിയോട് സംസാരിച്ചപ്പോൾ അഭിഭാഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് അരുന്ധതിക്ക് മുമ്പാകെ ആയിരിക്കും 3 മണിയോടുകൂടെ ഈ കേസ് ഇനി വാദത്തിന് വരിക. ഒരുപക്ഷെ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ പറയേണ്ട കാര്യങ്ങൾ പറയുകയും അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് കോടതിയുടെ ഒരു നടപടിക്രമം. അങ്ങനെയാകുന്ന സമയത്ത് ഒരുപക്ഷെ രാവിലെ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷയിൽ ഒരു വാദം നടക്കുക. ഇന്ന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നാളെ പ്രൊഡക്ഷൻ വാറന്റോടുകൂടെ രാഹുലിനെ മാവേലിക്കര കോടതിയിൽ നിന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയിൽ ഒരു വാദം നടക്കുക. പ്രതിഭാഗം അതിനെ എതിർക്കും. ഈ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ആവശ്യമില്ല എന്ന് പറയും. കൃത്യമായി അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പറയും. പക്ഷേ ഇത്തരത്തിൽ 7 ദിവസം ആവശ്യപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായി ഒരു 2-3 ദിവസവും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കൊടുക്കാൻ തന്നെയാണ് ഒരു സാധ്യതയെ കാണുന്നത്. കസ്റ്റഡി അപേക്ഷയുടെ ഒരു നീക്കത്തിനനുസരിച്ചായിരിക്കും പ്രതിഭാഗം ഈ ജാമ്യ ഹർജി പ്രസ് ചെയ്യുന്ന കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുക. എന്തായാലും നാളെയോട് കൂടെ തിരുവല്ല കോടതിയിൽ ഈ രാഹുലിനെ ഹാജരാക്കേണ്ടി വരും. ഇന്ന് രാവിലെ ഇത് നടക്കാത്ത ഒരു കാര്യമെന്നുള്ളത് കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് അവധിയിലായിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിലായിരുന്നു രാഹുലിനെ ഹാജരാക്കുകയും ചെയ്തത്. അവിടെയായിരുന്നു ഈ ജാമ്യ ഹർജിയും ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചത്. അതിൻ്റെ ഒരു ടെക്നിക്കലി അതൊന്ന് കൈമാറി ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസം മാത്രം ഉള്ളതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർ ലഞ്ച് എന്നുള്ളൊരു കാര്യമാണ് ജഡ്ജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി.